നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കീർ സ്റ്റാർമറെ പുറത്താക്കി ആ സ്ഥാനത്തേക്ക് എത്തുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങി മുൻ ഉപപ്രധാനമന്ത്രി ഏഞ്ചല റെയ്നർ. പ്രധാനമന്ത്രിയാകുന്നതിന് മുന്നോടിയായി മദ്യപാനം നാടകീയമായി കുറച്ച് ഏറെ മദ്യപിക്കുന്ന വ്യക്തി എന്ന പ്രതിച്ഛായ തിരുത്തി റെയ്നർ. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നാലുടൻ കീർ സ്റ്റാർമർ രാജിവെക്കണമെന്ന ആവശ്യം ശക്തം. അഭ്യൂഹങ്ങളിൽ പ്രതികരണം നടത്താതെ റെയ്നറുടെ ഓഫീസ്. ഏഞ്ചല റെയ്നർ രാജിവെച്ചത് സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ വ്യാജ വിവരങ്ങൾ നൽകി ഇളവ് സമ്പാദിച്ചു എന്ന വിവാദത്തെ തുടർന്ന്. ബ്രിട്ടനിൽ റിഫോം UK അധികാരത്തിലെത്തിയാൽ രാജ്യത്ത് നിന്നും നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന ഏതൊരു രാജ്യത്തെയും പൗരന്മാർക്ക് വിസ വിലക്ക് ഏർപ്പെടുത്തും. പഴയകാലത്തെ അടിമ കച്ചവടത്തിന്റെ പേരിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നവർ അടിമത്വം അവസാനിപ്പിക്കാൻ ബ്രിട്ടൻ സഹിച്ച ത്യാഗങ്ങളെ അവഗണിക്കുകയാണെന്ന് പാർട്ടി വക്താവ് സിയ യൂസഫ്. നിലവിൽ നഷ്ടപരിഹാരത്തിനായി അപേക്ഷകൾ സമർപ്പിച്ചു കഴിഞ്ഞത് നിരവധി ആഫ്രിക്കൻ കരീബിയൻ രാഷ്ട്രങ്ങൾ. നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കായി ടോറി സർക്കാരും ലേബർ സർക്കാരും ഇതുവരെ നൽകിയത് 38 ലക്ഷത്തോളം വിസകൾ. UK-യിൽ NHS ഡോക്ടർമാരുടെ സമരം തുടങ്ങി. സമരത്തിന്റെ സാഹചര്യത്തിൽ രോഗികൾ ചികിത്സ വൈകിക്കരുതെന്ന് കർശന നിർദ്ദേശവുമായി അധികൃതർ. ഡോക്ടർമാർ സമരം നടത്തുന്നത് ചൊവ്വാഴ്ച മുതൽ 6 ദിവസത്തേക്ക്. സമരം ആരോഗ്യ സേവനങ്ങളെ ബാധിക്കാമെങ്കിലും ആശുപത്രികൾ പ്രവർത്തനം തുടരാൻ ശ്രമിക്കുമെന്ന് NHS. ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ സമരത്തിലേക്ക് നീങ്ങുന്നത് കൂടുതൽ ശമ്പള വർധന ആവശ്യപ്പെട്ടുകൊണ്ട്. ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകിയ സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം. ഇറാനിലെ പവർ പ്ലാന്റുകളും പാലങ്ങളും ഉൾപ്പെടെയുള്ളവ ലക്ഷ്യമിട്ട് നടത്തിയേക്കുമെന്ന് പറഞ്ഞ സൈനിക ആക്രമണം ട്രംപ് താൽക്കാലികമായി മാറ്റിവെക്കാൻ സാധ്യത എന്ന് വൈറ്റ് ഹൌസ്. US-ന്റെ ഉപാധികൾ അംഗീകരിക്കാൻ തയ്യാറാകാതെ ഇറാൻ. സമാധാന ചർച്ചകൾ വിജയിച്ചില്ല എങ്കിൽ ആക്രമണം ഉടൻ ഉണ്ടായേക്കും. ഇറാന്റെ ഊർജ്ജ മേഖലയെ ലക്ഷ്യമിട്ടുള്ള വിപുലമായ ആക്രമണ പദ്ധതികൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തയ്യാറാക്കിയെന്ന് സൂചന. ഊർജ്ജ നിലയങ്ങൾക്ക് ചുറ്റും മനുഷ്യകവചം തീർക്കാൻ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഇറാൻ. ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനത്തിനിടെ US മുന്നോട്ട് വെച്ച താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം ഇറാൻ തള്ളി. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കണമെന്നും താൽക്കാലിക വെടിനിർത്തലല്ല ആവശ്യമെന്നും ഉയർത്തി ഇറാൻ. താൽക്കാലിക വെടിനിർത്തലിനായി ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ല എന്നും ഇറാൻ. സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് ഇറാന്റെ ശക്തമായ മുന്നറിയിപ്പ്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കേന്ദ്ര സർക്കാരിനോട് വിവാദ ചോദ്യമുയർത്തി രംഗത്ത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP മറ്റൊരു പഹൽഗാം ആക്രമണത്തിന് പദ്ധതിയിടുന്നുണ്ടോ എന്ന് മമതയുടെ വിവാദ ചോദ്യം. കൊൽക്കത്ത ആക്രമിക്കുമെന്ന പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന് ഭീഷണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് മറുപടി നൽകുന്നില്ല എന്ന മമതയുടെ രൂക്ഷ വിമർശനം. മമതയുടെ ഈ പ്രസ്താവന ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനാണെന്നും ഇത് ഹിന്ദുവിരുദ്ധ നിലപാടാണെന്നും BJP. മണിപ്പൂരിൽ വീണ്ടും അശാന്തി പടരുന്നു. ബിഷ്ണുപൂർ ജില്ലയിലെ മൊയ്രാങ്കിൽ വീടിന് നേരെയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടു. 2018-ലെ പ്രളയവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളി മന്ത്രി K. കൃഷ്ണൻകുട്ടി. മാത്യു കുഴൽനാടനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി. പ്രളയകാലത്ത് തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാൻ വൈകിയതിനെ കുറിച്ചും പെരിങ്ങൽകുത്തിലേക്ക് ജലം ഒഴുക്കിവിട്ടതിൽ ക്രമക്കേടുകളും അഴിമതിയും നടന്നെന്ന കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ പുറത്തുവിട്ട് കുഴൽനാടൻ. മാത്യു കുഴൽനാടൻ പുറത്തുവിട്ട ശബ്ദരേഖ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണോ എന്ന് പരിശോധിക്കണമെന്ന് K. കൃഷ്ണൻകുട്ടി. അമ്പലപ്പുഴയിൽ CPM SDPI നേതാക്കൾ വോട്ടർമാരെ തടയാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി G. സുധാകരൻ. തന്നെ തോൽപ്പിക്കണമെന്ന് തീരുമാനിച്ച ഇരുകൂട്ടരും വോട്ടർമാരെ ബൂത്തിലെത്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് സുധാകരന്റെ ആരോപണം. അമ്പലപ്പുഴയിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നാവശ്യപ്പെട്ട് സുധാകരൻ ഹൈക്കോടതി. CPM ഏരിയ സെക്രട്ടറി, ഏരിയ കമ്മിറ്റി അംഗം, ലോക്കൽ കമ്മിറ്റി അംഗം, SDPI ജില്ലാ സെക്രട്ടറി എന്നിവർക്കെതിരെ പരാതി നൽകി G. സുധാകരൻ. വാർത്തകൾ വിശദമായി. കീർ സ്റ്റാർമറെ പുറത്താക്കി ആ സ്ഥാനത്തേക്ക് എത്തുവാനുള്ള ശ്രമങ്ങൾ മുൻ ഉപപ്രധാനമന്ത്രി ഏഞ്ചല റെയ്നർ ആരംഭിച്ചതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏറെ മദ്യപിക്കുന്ന വ്യക്തി എന്നൊരു പ്രതിച്ഛായ ഉണ്ടായിരുന്ന അവർ ഈ വർഷം ആദ്യം മുതൽ മദ്യപാനം നാടകീയമായി കുറച്ചു എന്നാണ് അവരുടെ സുഹൃത്തുക്കൾ പറയുന്നത്. അവർ അത് പൂർണ്ണമായി ഉപേക്ഷിച്ചു എന്നും ചിലർ പറയുന്നുണ്ട്. ഈയിടെ അവർ കുറെ കൂടി പക്വതയാർന്ന ഒരു പ്രതിച്ഛായയാണ് പ്രദർശിപ്പിക്കുന്നതെന്ന് അടുത്തിടെ അവർക്കൊപ്പം ഒരു പരിപാടിയിൽ പങ്കെടുത്ത ഒരു മുതിർന്ന ലേബർ നേതാവും പറയുന്നു. കീർ സ്റ്റാർമറെ പുറത്താക്കി സ്ഥാനത്തേക്ക് എത്തുവാനുള്ള ശ്രമങ്ങൾ മുൻ ഉപപ്രധാനമന്ത്രി ഏഞ്ചല റെയ്നർ ആരംഭിച്ചതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ അടുത്ത മാസം നടക്കാനിരിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നാലുടൻ കീർ സ്റ്റാർമർ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അത്തരമൊരു സാഹചര്യം വന്നാൽ ഒരു സാധ്യതയായി തന്നെ ഉയർത്തിക്കാട്ടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള മത്സരം താൻ ഗൗരവത്തിലെടുക്കുന്നുവെന്ന് അവർ പറഞ്ഞതായും ഈ മുതിർന്ന നേതാവ് പറഞ്ഞു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികരണം നടത്താൻ റെയ്നറുടെ ഓഫീസ് തയ്യാറായിട്ടില്ല. വിരുന്നുകളേറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു റെയ്നർ പാർട്ടി വൃത്തങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. വിവിധതരം കോക്ടെയിലുകളെ കുറിച്ചൊക്കെ വാചാലിയായിരുന്ന അവർ പരിപാടിക്കിടെ മദ്യം നൽകിയപ്പോൾ അത് നിരാകരിച്ചതായും നേതാവ് പറയുന്നുണ്ട്. 40,000 പൗണ്ടിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്നും വ്യാജ വിവരങ്ങൾ നൽകി ഇളവ് സമ്പാദിച്ചു എന്ന വിവാദത്തെ തുടർന്നായിരുന്നു കഴിഞ്ഞ വർഷം അവർക്ക് ഉപപ്രധാനമന്ത്രി പദത്തിൽ നിന്നും രാജിവെക്കേണ്ടതായി വന്നത്.
അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയാൽ ബ്രിട്ടനിൽ നിന്നും നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന ഏതൊരു രാജ്യത്തെയും പൗരന്മാർക്ക് വിസ വിലക്ക് ഏർപ്പെടുത്തുമെന്ന് റീഫോം UK. പഴയകാലത്തെ അടിമക്കച്ചവടത്തിന്റെ പേരിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നവർ അടിമത്തം അവസാനിപ്പിക്കാൻ ബ്രിട്ടൻ സഹിച്ച ത്യാഗങ്ങളെ അവഗണിക്കുകയാണെന്നും പാർട്ടിയുടെ ആഭ്യന്തരകാര്യ വക്താവ് സിയ യൂസഫ് പറഞ്ഞു. നൈജീരിയയും ജമൈക്കയും പോലുള്ള നിരവധി ആഫ്രിക്കൻ കരീബിയൻ രാഷ്ട്രങ്ങൾ നഷ്ടപരിഹാരത്തിനായി അപേക്ഷകൾ സമർപ്പിച്ചു കഴിഞ്ഞു. ഇത് രാജ്യത്തിൽ നിന്നുള്ളവർക്ക് UK എത്താൻ ഭാവിയിൽ വിഘാതമായേക്കാം. അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയാൽ ബ്രിട്ടനിൽ നിന്നും നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന ഏതൊരു രാജ്യത്തെയും പൗരന്മാർക്ക് വിസ വിലക്ക് ഏർപ്പെടുത്തുമെന്ന് റീഫോം UK പ്രഖ്യാപിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കായി ടോറി സർക്കാരും ലേബർ സർക്കാരും ഇതുവരെ 38 ലക്ഷത്തോളം വിസകൾ നൽകിയിട്ടുണ്ട് എന്നതാണ് കൗതുകകരമായ കാര്യം. മാത്രമല്ല, കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളിലായ 6.6 ബില്യൺ പൗണ്ടിന്റെ സാമ്പത്തിക സഹായവും ഈ രാജ്യങ്ങൾക്കായി നൽകിയിട്ടുണ്ടെന്നും യൂസഫ് ചൂണ്ടിക്കാണിക്കുന്നു. ചെയ്തതെല്ലാം മതിയെന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. നഷ്ടപരിഹാരം ആവശ്യമുയർത്തുന്ന രാജ്യങ്ങളിൽ ുള്ളവർക്ക് തങ്ങൾ അധികാരത്തിലേറിയാൽ ഉടനടി വിസ നിഷേധിക്കുമെന്നും യൂസഫ് പറഞ്ഞു. ബ്രിട്ടനും മറ്റ് സാമ്രാജ്യത്വ ശക്തികൾക്കും അനുകൂലമായി ഐക്യരാഷ്ട്രസഭ വോട്ട് ചെയ്തതിനു ആഴ്ചകൾക്കിപ്പുറമാണ് ഇപ്പോൾ റിഫോം നിലപാട് വ്യക്തമാക്കുന്നത്. അടിമവേലയ്ക്കായി ആഫ്രിക്കൻ വംശജരെ നിർബന്ധപൂർവ്വം ജന്മസ്ഥലത്ത് നിന്ന് മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോയത് മനുഷ്യത്വത്തിനെതിരെയുള്ള വലിയ കുറ്റകൃത്യമെന്നായിരുന്നു പ്രമേയത്തിൽ പറഞ്ഞിരുന്നത്. 18-ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു സംഭവത്തിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടാൻ തയ്യാറല്ല എന്ന് കഴിഞ്ഞയാഴ്ച നെയ്രജ് ജൽഫരാജും വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, തങ്ങൾ അധികാരത്തിലെത്തിയാൽ വിദേശ സഹായമായി ഇപ്പോൾ നൽകി വരുന്ന 1 ബില്യൺ പൗണ്ടിന്റെ 90% വെട്ടിച്ചുരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. NHS ഡോക്ടർമാർ സമരത്തിനൊരുങ്ങുന്ന സാഹചര്യത്തിൽ രോഗികൾ ചികിത്സ വൈകിക്കരുത് എന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ചൊവ്വാഴ്ച മുതൽ 6 ദിവസത്തെ സമരത്തിന് ആയിരക്കണക്കിന് റെസിഡന്റ് ഡോക്ടർമാർ തയ്യാറെടുക്കുകയാണ്. ഈ സമരം ആരോഗ്യ സേവനങ്ങളെ ബാധിക്കാമെങ്കിലും ആശുപത്രികൾ പ്രവർത്തനം തുടരാൻ ശ്രമിക്കുമെന്ന് NHS അറിയിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന അപ്പോയിന്റ്മെന്റുകൾ റദ്ദാക്കിയതായി അറിയിച്ചില്ല എങ്കിൽ രോഗികൾ ഹാജരാകണമെന്നും അടിയന്തര ഘട്ടങ്ങളിൽ 999 വിളിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നു മുതൽ 6 ദിവസത്തെ സമരത്തിന് ആയിരക്കണക്കിന് റെസിഡന്റ് ഡോക്ടർമാർ തയ്യാറെടുത്തു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ രോഗികൾ ചികിത്സ വൈകിക്കരുതെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഡോക്ടർമാരുടെ സംഘടനയായ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ സർക്കാർ നൽകിയ 3.5% വേതന വർധന നിരസിച്ച് കൂടുതൽ ശമ്പള വർധന ആവശ്യപ്പെട്ടാണ് സമരത്തിലേക്ക് നീങ്ങുന്നത്. 4 വർഷത്തിനിടെ ഡോക്ടർമാരുടെ വരുമാനം ഗണ്യമായി കുറഞ്ഞുവെന്നാണ് സംഘടനയുടെ വാദം. ഇതിന് പരിഹാരമായി ഉയർന്ന ശതമാനത്തിൽ ശമ്പള വർധന വേണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ഇതിനിടെ 1000 അധിക പരിശീലന സീറ്റുകൾ നൽകുമെന്ന പ്രധാന വാഗ്ദാനം സർക്കാർ പിൻവലിച്ചതും ചർച്ചകൾ വഴിമുട്ടാൻ കാരണമായി. ആരോഗ്യ സെക്രട്ടറി വെസ്ട്രീറ്റിംഗ് സമരം നിരാശാജനകമാണ് എന്നാണ് പ്രതികരിച്ചത്. അതേസമയം സർക്കാർ ആദ്യം നൽകിയ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോക്കം പോയതായി BMA നേതാക്കൾ ആരോപിച്ചു. അവസാന ഘട്ടത്തിൽ സാമ്പത്തികമായി പ്രാധാന്യമില്ലാത്ത രീതിയിൽ ഓഫർ മാറ്റിയതോടെ കരാർ സാധ്യതകൾ നഷ്ടപ്പെട്ടുവെന്നാണ് അവർ പറയുന്നത്. ഇതിനിടെ ഈസ്റ്റർ അവധി കഴിഞ്ഞ ഉടൻ സമരം ആരംഭിക്കുന്നതിനാൽ ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാകുമെന്ന് NHS മുന്നറിയിപ്പ് നൽകി. എന്നാൽ രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഡിസംബർ മാസത്തിലെ സമരകാലത്തും ഏകദേശം 95% സേവനങ്ങൾ നിലനിർത്താനായിരുന്നുവെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. അതുപോലെ തന്നെ ഇത്തവണയും സേവനങ്ങൾ പരമാവധി നിലനിർത്താൻ ശ്രമിക്കുന്നതായും അധികൃതർ അറിയിച്ചു. UK കഴിഞ്ഞ ദിവസം, അതായത് ഏപ്രിൽ 6 മുതൽ നിലവിൽ വന്ന ക്ഷേമ പദ്ധതികളിലെ പുതിയ പരിഷ്കരണങ്ങളുടെ ഭാഗമായി അംഗപരിമിതരോ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നവരോ ആയ 10,000-കണക്കിന് ആളുകൾക്ക് വീണ്ടും ജോലിയിൽ പ്രവേശിക്കാനുള്ള സഹായങ്ങൾ സർക്കാർ നൽകും. ഇതുവഴി പൊതുഖജനാവിന് 1 ബില്യൺ പൗണ്ടിന്റെ ലാഭം ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. ജോലി ചെയ്യുന്നത് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ജീവിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഇൻസെന്റീവുകൾ എല്ലാം തന്നെ ഇന്നലെ മുതൽ നിയമം വഴി ഇല്ലാതാക്കിയിരിക്കുകയാണ്. UK ഏപ്രിൽ 6 മുതൽ നിലവിൽ വന്ന ക്ഷേമ പദ്ധതികളിലെ പുതിയ പരിഷ്കരണങ്ങളുടെ ഭാഗമായി അംഗപരിമിതരോ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നവരോ ആയ 10,000-കണക്കിന് ആളുകൾക്ക് വീണ്ടും ജോലിയിൽ പ്രവേശിക്കാനുള്ള സഹായങ്ങൾ സർക്കാർ നൽകുമെന്ന് റിപ്പോർട്ടുകൾ. ഇതിനോടകം തന്നെ അംഗപരിമിതരോ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നവരോ ആയ 65,000 പേർക്ക് അവർക്ക് അനുയോജ്യമായ സഹായം നൽകിക്കഴിഞ്ഞ 3.5 ബില്യൺ പൗണ്ടിന്റെ എംപ്ലോയ്മെന്റ് സപ്പോർട്ട് പാക്കേജിനോടൊപ്പമാണ് പുതിയ പരിഷ്കരണങ്ങളും നിലവിൽ വരിക. മുൻ സർക്കാരുകൾ പിന്തുടർന്നു വന്ന ക്ഷേമ പദ്ധതികൾ കൂടുതൽ പേരെ ആനുകൂല്യങ്ങൾക്ക് മേൽ ജീവിക്കാൻ നിർബന്ധിതരാക്കുകയായിരുന്നു. ജോലിയിൽ കയറാനുള്ള പ്രോത്സാഹനമോ പിന്തുണയോ സർക്കാർ നൽകിയിരുന്നില്ല. ഇന്നലെ മുതൽ നിലവിൽ വന്ന പരിഷ്കാരങ്ങൾ ഈ സമീപനം പാടെ മാറ്റിമറിച്ചിരിക്കുകയാണ്. പുതിയതായി അപേക്ഷിക്കുന്നവരുടെ യൂണിവേഴ്സൽ ക്രെഡിറ്റ് ഹെൽത്ത് എലൈൻമെന്റ് കുറഞ്ഞ നിരക്കായ 217.26 പൗണ്ട് ആയിരിക്കും പ്രതിമാസം ലഭിക്കുക. എന്നാൽ കൂടുതൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും ജീവിതാന്ത്യത്തിൽ നിൽക്കുന്നവർക്കും ഒപ്പം നിലവിൽ യൂണിവേഴ്സൽ ക്രെഡിറ്റ് കൈപ്പറ്റുന്നവർക്കും കൂടിയ നിരക്കായ 429.8 പൗണ്ട് തന്നെ പ്രതിമാസം ലഭിക്കും. യൂണിവേഴ്സൽ ക്രെഡിറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ളവർക്കെല്ലാം വോളണ്ടറി എംപ്ലോയ്മെന്റ് സപ്പോർട്ടിന് അർഹതയുണ്ടായിരിക്കും. തൊഴിലെടുക്കുന്നതിനോ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കോ പരിമിതമായ കഴിവുകൾ മാത്രമുള്ള 65,000 പേർ 2025 മാർച്ച് മുതൽ ഈ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതുപോലെ കോസ്റ്റ് ഓഫ് ലിവിംഗ് പ്രതിസന്ധിയിൽ ഒരു കൈത്താങ്ങാകാനുള്ള സർക്കാർ പദ്ധതിയുടെ ഭാഗമായി
ഈ വർഷം മുതൽ യൂണിവേഴ്സൽ ക്രെഡിറ്റിന്റെ സ്റ്റാൻഡേർഡ് നിരക്കിലുള്ള തുക കൈപ്പറ്റുന്ന ഏകദേശം 40 ലക്ഷം കുടുംബങ്ങൾക്ക് 295 പൗണ്ട് അധികമായി ലഭിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 25 വയസ്സിന്മേൽ പ്രായമുള്ള ഒരു വ്യക്തിക്ക് പണപ്പെരുപ്പത്തെക്കാൾ 110 പൗണ്ട് അധികമായി ലഭിക്കും. തൊഴിലെടുക്കുന്നതിനോ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കോ പരിമിതമായ കഴിവ് മാത്രമുള്ള യൂണിവേഴ്സൽ ക്രെഡിറ്റ് ഉപഭോക്താക്കൾക്ക് ഏപ്രിൽ 8 മുതൽ വീണ്ടും തൊഴിലിൽ പ്രവേശിക്കുന്നതിനുള്ള സഹായങ്ങളെക്കുറിച്ചും പിന്തുണയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ലഭിച്ചു തുടങ്ങും. ഓരോ വ്യക്തിയുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് വീണ്ടും തൊഴിലിൽ പ്രവേശിക്കുന്നതിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നതിന് വർക്ക് അഡ്വൈസർമാരുടെ സേവനവും ലഭ്യമാകും. കണക്ട് ടു വർക്ക്, വർക്ക് ലെവൽ, ലോക്കൽ ട്രെയിൽ ബ്ലേസർ തുടങ്ങിയ പദ്ധതികളാണ് ഇതിനായി ഒരുക്കിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും സ്കോട്ട്ലൻഡിലെയും എല്ലാ ജോബ് സെന്ററുകൾ കേന്ദ്രീകരിച്ചും വ്യക്തിഗത സഹായങ്ങൾക്കായി വർക്ക് അഡ്വൈസർമാരുടെ സേവനം ലഭ്യമായിരിക്കും. UK-യിൽ ജീവിത ചെലവ് അമിതമായി വർദ്ധിച്ചതോടെ രൂപം കൊണ്ട കോസ്റ്റ് ഓഫ് ലിവിംഗ് പ്രതിസന്ധിയിൽ നിന്നും സാധാരണക്കാർക്ക് സംരക്ഷണം നൽകാൻ സർക്കാർ നയങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളുടെ ഫലമായി ഇന്നലെ മുതൽ പെൻഷനുകളും ആനുകൂല്യങ്ങളും വർദ്ധിച്ചു. അതുപോലെ ഇന്നലെയോടെ 2 ചൈൽഡ് ബെനിഫിറ്റ് ക്യാപ്പും ഇല്ലാതെയായി. ഇതോടെ 4.5 ലക്ഷത്തോളം കുട്ടികളെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2017-ൽ കൺസർവേറ്റീവ് പാർട്ടി കൊണ്ടുവന്ന 2 ചൈൽഡ് ബെനിഫിറ്റ് ക്യാപ് പ്രകാരം കുട്ടികൾക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ മാതാപിതാക്കളുടെ ആദ്യ 2 കുട്ടികൾക്ക് മാത്രമേ ലഭിക്കുകയുണ്ടായിരുന്നുള്ളൂ. UK-യിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് പ്രതിസന്ധിയിൽ നിന്നും സാധാരണക്കാർക്ക് സംരക്ഷണം നൽകാൻ സർക്കാർ നയങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളുടെ ഫലമായി ഇന്നലെ മുതൽ പെൻഷനുകളും ആനുകൂല്യങ്ങളും വർദ്ധിച്ചതിനോടൊപ്പം അതുപോലെ ഇന്നലെയുടെ 2 ചൈൽഡ് ബെനിഫിറ്റ് ക്യാപ്പും ഇല്ലാതെയായി. 2017-ൽ കൺസർവേറ്റീവ് പാർട്ടി കൊണ്ടുവന്ന 2 ചൈൽഡ് ബെനിഫിറ്റ് ക്യാപ് പ്രകാരം കുട്ടികൾക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ മാതാപിതാക്കളുടെ ആദ്യ 2 കുട്ടികൾക്ക് മാത്രമേ ലഭിക്കുകയായിരുന്നുള്ളൂ. ഈ പരിമിതിയാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ബജറ്റ് പ്രസംഗത്തിലായിരുന്നു ചാൻസലർ റേച്ചൽ റീവ്സ് ഇത് സംബന്ധിച്ച പ്രസ്താവന നടത്തിയത്. ചില ലേബർ എംപിമാരുടെ മാസങ്ങൾ നീണ്ട സമ്മർദ്ദത്തിനൊടുവിലായിരുന്നു റേച്ചൽ റീവ്സ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഇതിനോടൊപ്പം സ്റ്റേറ്റ് പെൻഷനിൽ ശരാശരി 4.8% വർധനവുണ്ടാകും. ഇതോടെ ലക്ഷക്കണക്കിന് പെൻഷൻകാർക്ക് ഈ വർഷം 575 പൗണ്ട് അധികമായി ലഭിക്കും. 2016 ഏപ്രിലിന് ശേഷം സ്റ്റേറ്റ് പെൻഷൻ പ്രായം എത്തിയവർക്കാണ് കോളടിച്ചത്. അവരുടെ പെൻഷൻ പ്രതിവാരം 341.3 പൗണ്ടായാണ് ഉയർത്തിയിരിക്കുന്നത്. 2016 ഏപ്രിലിന് മുൻപായി സ്റ്റേറ്റ് പെൻഷൻ എത്തിയവർക്ക് പ്രതിവാരം 184.9 പൗണ്ടായിരിക്കും പുതുക്കിയ പെൻഷൻ. ഇവർക്ക് പ്രതിവർഷം 439.4 പൗണ്ട് അധികമായി ലഭിക്കും. ഹൗസിംഗ് ബെനിഫിറ്റ്, പേഴ്സണൽ ഇൻഡിപെൻഡൻസ് പേയ്മെന്റ് എന്നിവയിലും ഇന്നലെ മുതൽ വർധനവ് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഇറാനിലെ പവർ പ്ലാന്റുകളും പാലങ്ങളും ഉൾപ്പെടെയുള്ളവ ലക്ഷ്യമിട്ട് നടത്തിയേക്കുമെന്ന് പറഞ്ഞ സൈനിക ആക്രമണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൽക്കാലികമായി മാറ്റിവെച്ചേക്കുമെന്ന് റിപ്പോർട്ട്. ട്രംപ് പറഞ്ഞ സമയപരിധി അവസാനിക്കാനിരിക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നയതന്ത്ര ചർച്ചകളിൽ പുരോഗതി ഉണ്ടായാൽ അത്തരമൊരു തീരുമാനം ഉണ്ടായേക്കുമെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ട്രംപ് പറഞ്ഞ സമയപരിധി അവസാനിക്കാനിരിക്കെ ഇറാനിലെ പവർ പ്ലാന്റുകളും പാലങ്ങളും ഉൾപ്പെടെയുള്ളവ ലക്ഷ്യമിട്ട് നടത്തിയേക്കുമെന്ന് പറഞ്ഞ സൈനിക ആക്രമണം താൽക്കാലികമായി മാറ്റിവെച്ചേക്കുമെന്ന് റിപ്പോർട്ട്. ഇറാന്റെ പവർ പ്ലാന്റുകളും പാലങ്ങളും ഉൾപ്പെടെയുള്ള സിവിൽ കേന്ദ്രങ്ങൾ തകർക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ടെങ്കിലും US-ന്റെ ഉപാധികൾ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. സമാധാന ചർച്ചകൾ വിജയിച്ചില്ല എങ്കിൽ വലിയ തോതിലുള്ള ആക്രമണം ഉടൻ ഉണ്ടായേക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ചൊവ്വാഴ്ച രാത്രി 8 മണിവരെയാണ് ഉപാധികൾ അംഗീകരിക്കാൻ ഇറാന് ട്രംപ് അനുവദിച്ചിരിക്കുന്ന സമയം. ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ല എങ്കിൽ ഇറാനെ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. നയതന്ത്ര ചർച്ചകൾ വിജയിച്ചാൽ മാത്രമേ ഈ സമയപരിധിയിൽ മാറ്റം വരുത്താൻ ട്രംപ് തയ്യാറാവുകയുള്ളൂ എന്നും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക ട്രംപ് ആയിരിക്കുമെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നു. ഇറാന്റെ ഊർജ്ജ മേഖലയെ ലക്ഷ്യമിട്ടുള്ള വിപുലമായ ആക്രമണ പദ്ധതികൾ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനെ ഇൻഫ്രാസ്ട്രക്ചർ ഡേ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇറാന്റെ പവർ പ്ലാന്റുകളും പാലങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാന സൗകര്യങ്ങളും നശിപ്പിക്കപ്പെടുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവരടങ്ങുന്ന നയതന്ത്ര സംഘം ഒരു ഉടമ്പടിക്കായി ശ്രമിക്കുമ്പോൾ ട്രംപിന്റെ നിലപാട് കൂടുതൽ കർക്കശമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് തുറക്കുക, സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപേക്ഷിക്കുക തുടങ്ങിയ പ്രധാന വിട്ടുവീഴ്ചകൾക്ക് ഇറാൻ തയ്യാറാകാതെ വെടിനിർത്തൽ അംഗീകരിക്കരുതെന്ന് ഇസ്രയേൽ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ താൽക്കാലിക വെടിനിർത്തലിനുള്ള US നിർദ്ദേശം തിങ്കളാഴ്ച വൈകിട്ട് ഇറാൻ തള്ളിയിരുന്നു. ട്രംപിന്റെ ഭീഷണികൾ തള്ളിയ ഇറാൻ താൽക്കാലിക വെടിനിർത്തലല്ല ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്ന് വ്യക്തമാക്കി. തങ്ങളുടെ താൽപര്യങ്ങൾ കൂടി പരിഗണിച്ച് യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കണമെന്നാണ് ഇറാന്റെ നിലപാട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമൂസ് തുറക്കുന്നതിനായി ഇറാന് നൽകിയ സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ രാജ്യത്തെ പ്രധാന ഊർജ്ജ നിലയങ്ങൾക്കു ചുറ്റും പ്രതീകാത്മകമായി മനുഷ്യകവചം തീർക്കാൻ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഇറാൻ. ആഗോള ഷിപ്പിംഗ് പാതയായ ഹോർമൂസ് കടലിടുക്ക് ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം ബുധനാഴ്ച രാവിലെ 5:30 മുൻപ് തുറന്നില്ലെങ്കിൽ ഇറാനെ തകർക്കുമെന്ന ട്രംപിന്റെ ഭീഷണി നിലനിൽക്കെയാണ് രാജ്യത്തെ പ്രധാന ഊർജ്ജ നിലയങ്ങൾക്ക് ചുറ്റും പ്രതീകാത്മകമായി മനുഷ്യകവചം തീർക്കാൻ യുവജനങ്ങളോട് ഇറാൻ ആഹ്വാനം ചെയ്തത്. പുതിയ നീക്കം കായിക താരങ്ങൾ, കലാകാരന്മാർ, വിദ്യാർത്ഥികൾ എന്നിവരടങ്ങുന്ന ഇറാനിയൻ യുവജനതയോട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രധാന ഊർജ്ജ നിലയങ്ങൾക്ക് സമീപം ഒത്തുചേരാൻ ഇറാൻ
കായിക യുവജന മന്ത്രാലയം നിർദ്ദേശിച്ചു. യുവജനങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു പ്രതിഷേധം ആസൂത്രണം ചെയ്തതെന്ന് ഇറാൻ യുവജനകാര്യ ഡെപ്യൂട്ടി അലിരേസ റഹീമി പറഞ്ഞു. സർവകലാശാല വിദ്യാർത്ഥികളും കലാകാരന്മാരും വിവിധ യുവജന സംഘടനകളും മുന്നോട്ട് വെച്ച ഈ ആശയത്തെ തിളക്കമാർന്ന ഭാവിക്ക് വേണ്ടിയുള്ള ഇറാനിയൻ യുവതയുടെ മനുഷ്യകവചം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഐക്യവും നിശ്ചയദാർഢ്യവും പ്രതിഫലിപ്പിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും യുവജനങ്ങളുടെ പ്രതിബദ്ധതയുടെ അടയാളമായി ഈ മനുഷ്യകവചം മാറുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ കരുത്ത് പ്രകടിപ്പിക്കാനാണ് ഈ നടപടിയെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനത്തിനിടെ US മുന്നോട്ട് വെച്ച താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം തള്ളി ഇറാൻ. താൽക്കാലിക വെടിനിർത്തലല്ല, യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കണമെന്നാണ് ഇറാന്റെ ആവശ്യം. താൽക്കാലിക വെടിനിർത്തൽ യുദ്ധം പുനരാരംഭിക്കാനുള്ള സമയം കണ്ടെത്തലാണ് എന്നാണ് ഇറാന്റെ നിലപാട്. താൽക്കാലിക വെടിനിർത്തലിനായി ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ല എന്നും ഇറാൻ വ്യക്തമാക്കി. ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനത്തിനിടെ US മുന്നോട്ട് വെച്ച താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം തള്ളി ഇറാൻ. താൽക്കാലിക വെടിനിർത്തലല്ല, യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കണമെന്നാണ് ഇറാന്റെ ആവശ്യം. താൽക്കാലിക വെടിനിർത്തലിനായി US മുന്നോട്ട് വെച്ച നിർദ്ദേശം തള്ളിയ ഇറാൻ പകരം ചർച്ചകളിൽ മധ്യസ്ഥരായി പ്രവർത്തിച്ച പാകിസ്ഥാൻ വഴിയാണ് തങ്ങളുടെ ഔദ്യോഗിക മറുപടി സമർപ്പിച്ചത്. വെറുമൊരു താൽക്കാലിക വെടിനിർത്തലിന് പകരം യുദ്ധത്തിന് ശാശ്വതമായ അന്ത്യം വേണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. മേഖലയിലെ നിലവിലുള്ള പോരാട്ടങ്ങൾ നിർത്തലാക്കണം, ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പലുകളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിനുള്ള പ്രത്യേക പ്രോട്ടോകോൾ വേണം, യുദ്ധം മൂലം തകർന്ന മേഖലകളുടെ പുനർനിർമ്മാണത്തിന് സഹായം വേണം, ഇറാനെതിരെ നിലനിൽക്കുന്ന അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നീക്കം ചെയ്യണം തുടങ്ങിയ പ്രധാന നിബന്ധനകൾ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. തങ്ങളുടെ ഉന്നത നേതാക്കൾ തീരുമാനിക്കുന്നതുവരെ അമേരിക്കയുമായും ഇസ്രയേലുമായും യുദ്ധം തുടരുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. IOC UK കേരള ചാപ്റ്റർ മിഡ്ലാൻഡ്സ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കവൻട്രിയിൽ സംഘടിപ്പിച്ച കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് 2026 പ്രവാസ ലോകത്ത് ചർച്ചയാകുമ്പോൾ എന്ന വിഷയത്തിലുള്ള ചർച്ച ശ്രദ്ധേയമായി. പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ്, ജനറൽ സെക്രട്ടറി റോമി കുര്യാക്കോസ്, ജോഷി വർഗീസ്, റോയ് ജോസഫ്, സജീഷ് ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്ത പരിപാടി പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഷൈജു മോൻ മോഡറേറ്റ് ചെയ്തു. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, മാറ്റത്തിനുള്ള ആവശ്യം, യുവജന പ്രവാസി നിലപാടുകൾ, കൂടാതെ പുതുപ്പള്ളി, ചേർത്തല, തൃശൂർ, പീരുമേട്, കടുത്തുരുത്തി എന്നീ നിർണായക മണ്ഡലങ്ങളിലെ സാധ്യതകൾ എന്നിവ വിശദമായി ചർച്ച ചെയ്തു. പ്രവാസികളുടെ സജീവ പങ്കാളിത്തത്തോടെ നാട്ടിലെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും പ്രവാസ സമീപനങ്ങളും തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങൾ വിലയിരുത്തപ്പെട്ട ഈ സമ്മേളനം 2026 തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് രാഷ്ട്രീയ ബോധവൽക്കരണത്തിന് ഒരു പ്രധാന വേദിയായി. സമീക്ഷ UK ബെഡ്ഫോർഡിൽ വെച്ച് മെയ് 2 നടത്തുന്ന 8ാമത് ദേശീയ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ രാജ്യവ്യാപകമായി ശക്തമായി മുന്നേറുന്നതിനിടെ 23 യൂണിറ്റ് സമ്മേളനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുകയും 5 പുതിയ യൂണിറ്റുകൾ രൂപീകരിക്കുകയും ചെയ്തതായി സംഘടനാ നേതൃത്വം അറിയിച്ചു. യൂണിറ്റ് തലത്തിലെ പ്രവർത്തനങ്ങൾ വിജയകരമായി സമാപനത്തിലേക്ക് കടക്കുന്നതിനോടൊപ്പം ഇനി സംഘടന ഏരിയൽ സമ്മേളനങ്ങൾക്കുള്ള അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. UKയിലെ വിവിധ ഭാഗങ്ങളിലായി നടന്ന യൂണിറ്റ് സമ്മേളനങ്ങളിൽ പ്രവർത്തകരുടെയും അംഗങ്ങളുടെയും ആവേശകരമായ പങ്കാളിത്തമാണ് ഉണ്ടായത്. നിരവധി വെല്ലുവിളികളുള്ള സാഹചര്യത്തിലും സമ്മേളനങ്ങൾ ക്രമബദ്ധമായും ജനപങ്കാളിത്തത്തോടെയും സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് സംഘടനയുടെ ഐക്യത്തെയും സംഘാടക മികവിനെയും തെളിയിക്കുന്നതാണെന്ന് നേതാക്കൾ വിലയിരുത്തി. യൂണിറ്റ് തലത്തിൽ കൈവരിച്ച ഈ മുന്നേറ്റം സമീക്ഷ UKയുടെ പ്രവർത്തനങ്ങൾക്ക് പുതിയ ഊർജം പകരുന്നതായും അഭിപ്രായപ്പെട്ടു. സംഘടനയുടെ അടുത്ത ഘട്ടമായ ഏരിയ സമ്മേളനങ്ങൾക്ക് ഏപ്രിൽ 10 മുതൽ തുടക്കം കുറിക്കും. ഏപ്രിൽ 10 ബർമിംഗ്ഹാം ഏരിയ സമ്മേളനം, ഏപ്രിൽ 11 നോർത്തേൺ അയർലൻഡ് ഏരിയ സമ്മേളനം, ഏപ്രിൽ 12 മാഞ്ചസ്റ്റർ ഏരിയ സമ്മേളനം, ഏപ്രിൽ 19 ലണ്ടൻ ഏരിയ സമ്മേളനം, ഏപ്രിൽ 20 വെയിൽസ് ഏരിയ സമ്മേളനം എന്നിങ്ങനെയാണ് പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത്. വിവിധ ഏരിയകളിൽ നിന്നുള്ള പ്രവർത്തകരെയും യൂണിറ്റ് പ്രതിനിധികളെയും ഏകോപിപ്പിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായ സംഘടനാ ഘടന രൂപപ്പെടുത്തുന്നതാണ് ഈ സമ്മേളനങ്ങളുടെ ലക്ഷ്യം. ഏരിയ സമ്മേളനങ്ങളിൽ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഇത് സമ്മേളനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യവും ആവേശവും പകരുമെന്ന് നേതൃത്വം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. സമീക്ഷ UKയുടെ ആശയപരവും സംഘടനാപരവുമായ വളർച്ചയിൽ ഏരിയ സമ്മേളനങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം 2026 മെയ് 2 ബെഡ്ഫോർഡിൽ നടക്കാനിരിക്കുന്ന സമീക്ഷ UKയുടെ 8ാം ദേശീയ സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയ സമ്മേളനത്തിന്റെ സംഘാടക പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിൽ പൂർത്തിയാകുന്നതായും UKയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നായി ഏകദേശം 150 പ്രതിനിധികൾ ദേശീയ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സംഘാടക സമിതി ചെയർമാൻ അജേഷ് ഗണപതിയനും കൺവീനർ ബൈജു നാരായണനും അറിയിച്ചു. യൂണിറ്റ് തലത്തിൽ ആരംഭിച്ച ഈ ജനപങ്കാളിത്തവും സംഘടിത മുന്നേറ്റവും ദേശീയ തലത്തിൽ കൂടുതൽ ശക്തമായി പ്രതിഫലിക്കുമെന്ന വിശ്വാസത്തിലാണ് സമീക്ഷ UK നേതൃത്വം. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 123.08 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 92.95 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 107.26 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.32 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 66.76 ഇന്ത്യൻ രൂപ.
ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP മറ്റൊരു പഹൽഗാം ആക്രമണത്തിന് പദ്ധതിയിടുന്നുണ്ടോ എന്ന വിവാദ ചോദ്യം ഉയർത്തി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. BJPയുടെ പക്കൽ ഇതിനായി വല്ല ബ്ലൂ പ്രിന്റും തയ്യാറാണോ എന്നും അവർ ചോദിച്ചു. നാദിയ ജില്ലയിലെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. കൊൽക്കത്ത ആക്രമിക്കുമെന്ന പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ ഭീഷണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് മറുപടി നൽകുന്നില്ല എന്ന് മമത ചോദിച്ചു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവാദ ചോദ്യമുയർത്തി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്ത് വന്നിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP മറ്റൊരു പഹൽഗാം ആക്രമണത്തിന് പദ്ധതിയിടുന്നുണ്ടോ എന്നാണ് മമതയുടെ വിവാദ ചോദ്യം. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറഞ്ഞു അവർ കൊൽക്കത്തയെ ലക്ഷ്യമിടുമെന്ന്. നരേന്ദ്രമോദി എന്തുകൊണ്ട് ശക്തമായ നടപടിയെടുക്കുമെന്ന് പറഞ്ഞില്ല. എന്താണ് കാരണം? ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാണോ? തിരഞ്ഞെടുപ്പിന് മുൻപ് മറ്റൊരു പഹൽഗാം ആക്രമണം അവർ ചോദിച്ചു. ആരെങ്കിലും കൊൽക്കത്തയെ ലക്ഷ്യമിടുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇന്ത്യൻ പൗരന്മാരെന്ന നിലയിൽ ഞങ്ങൾ അത് സഹിക്കില്ല. നിങ്ങൾ മിണ്ടാതെ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ രാജിവെക്കണമെന്ന് മമത ആവശ്യപ്പെട്ടു. മമതയുടെ ഈ പ്രസ്താവന ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനാണെന്നും ഇത് ഹിന്ദുവിരുദ്ധ നിലപാടാണെന്നും ആരോപിച്ച് BJP നേതൃത്വം രംഗത്തെത്തി. നിരപരാധികളായ ഹിന്ദുക്കളെ പാക് ഭീകരർ കൊല്ലപ്പെടുത്തിയ ക്രൂരമായ പഹൽഗാം ആക്രമണത്തെ ഒരു തിരക്കഥ അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് എന്ന് വിളിക്കുന്നത് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് BJP വക്താവ് പ്രദീപ് ഭണ്ഡാരി പറഞ്ഞു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി തൃണമൂൽ കോൺഗ്രസ് ഭീകരാക്രമണങ്ങളെ പോലും ലഘൂകരിക്കുകയാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. മണിപ്പൂരിൽ വീണ്ടും അശാന്തി പടരുന്നു. ബിഷ്ണുപൂർ ജില്ലയിലെ മൊയ്രാംഗിൽ വീടിന് നേരെയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടു. 5 വയസ്സുള്ള കുട്ടിയും 5 മാസം പ്രായമുള്ള മറ്റൊരു കുട്ടിയുമാണ് മരിച്ചത്. മണിപ്പൂരിൽ വീണ്ടും അശാന്തി പടർത്തിക്കൊണ്ട് ഏപ്രിൽ 7-ന് പുലർച്ചെ അതിർത്തി പ്രദേശമായ മൊയ്രാംഗിലെ ട്രോങ് ലോബി അവാങ് ലേക്കായിലാണ് റോക്കറ്റ് ആക്രമണം ഉണ്ടായത്. അതിർത്തി സുരക്ഷാ സേനാംഗമായ ഓയിനം മലങ്കമ്പയുടെ വീടിന് മുകളിലാണ് റോക്കറ്റ് പതിച്ചത്. ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ 5 വയസ്സുള്ള മകനും 5 മാസം പ്രായമുള്ള കുഞ്ഞും കൊല്ലപ്പെട്ടു. ഭാര്യ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. ആക്രമണത്തിൽ രക്ഷാകുലരായ നാട്ടുകാർ ബിഷ്ണുപൂർ വഴി കടന്നുപോയ 2 ഓയിൽ ടാങ്കറുകൾക്കും ഒരു ട്രക്കിനും തീയിട്ടു. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ മൊയ്രാങ് പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടി. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനായി സുരക്ഷാ സേന മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മുൻകരുതൽ നടപടിയായി താഴ്വരയിലെ സ്കൂളുകൾക്ക് അധികൃതർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സായുധ സംഘങ്ങൾ സജീവമായ ചുരാചന്ദ്പൂർ ജില്ലയുടെ അതിർത്തി പ്രദേശമായതിനാൽ ഈ മേഖല നേരത്തെ തന്നെ സുരക്ഷാ ഭീഷണി നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രദേശത്ത് ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് സുരക്ഷാ സേനയ്ക്ക് വെല്ലുവിളിയാവും. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യാൻ പ്രതിപക്ഷം നൽകിയ നോട്ടീസ് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണനും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും തള്ളി. 1968 ജഡ്ജസ് എൻക്വയറി നിയമത്തിലെ 3-ാം വകുപ്പ് നൽകുന്ന അധികാരം ഉപയോഗിച്ച് നോട്ടീസിന് അനുമതി നിഷേധിക്കുന്നു എന്ന് മാത്രമാണ് ഇരു സഭകളുടെയും സെക്രട്ടറി ജനറൽമാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യാൻ പ്രതിപക്ഷം നൽകിയ നോട്ടീസ് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണനും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും തള്ളി. മാർച്ച് 12-നാണ് രാജ്യസഭയിലെ 63 അംഗങ്ങൾ ഒപ്പിട്ട 10 പേജുള്ള നോട്ടീസ് ചെയർമാന് പ്രതിപക്ഷം സമർപ്പിച്ചത്. നിഷ്പക്ഷത പാലിക്കുന്നതിൽ ജ്ഞാനേഷ് കുമാർ പരാജയപ്പെട്ടുവെന്ന് കുറ്റപ്പെടുത്തിയാണ് പ്രതിപക്ഷം ഇംപീച്ച്മെന്റ് ആവശ്യപ്പെട്ടത്. ഭരണഘടനാപരമായ പദവിയുടെ അധികാരം ജ്ഞാനേഷ് കുമാർ മനഃപൂർവ്വം ദുർവിനിയോഗം ചെയ്തെന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. കമ്മീഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കെ അടിയന്തരമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചു. ഭരണകൂടത്തിന്റെ സ്വാധീനത്തിൽ കമ്മീഷണർ പ്രവർത്തിച്ചു. വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ട് വിവേചനപരമായി പൊതു മുന്നറിയിപ്പ് നൽകി. പ്രതിപക്ഷ നേതാക്കളോട് വിവേചനപരമായ പെരുമാറ്റം, ഭരണകൂടത്തിന്റെ താൽപര്യത്തിനനുസരിച്ച് SIR, വോട്ടർമാരെ വൻതോതിൽ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി തുടങ്ങിയ ആരോപണങ്ങളും ജ്ഞാനേഷ് കുമാറിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. രാജ്യത്ത് ആദ്യമായാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കാൻ നോട്ടീസ് നൽകുന്നത്. 2018 പ്രളയവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളി മന്ത്രി K കൃഷ്ണൻകുട്ടി. മാത്യു കുഴൽനാടനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രളയകാലത്ത് തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാൻ വൈകിയതിനെ കുറിച്ചും പെരിങ്ങൽകുത്തിലേക്ക് ജലം ഒഴുക്കിവിട്ടതിൽ ക്രമക്കേടുകളും അഴിമതിയും നടന്നെന്ന കാര്യവും കൃഷ്ണൻകുട്ടി ഒരു പാർട്ടി നേതാവിനോട് പറയുന്ന ശബ്ദരേഖ കുഴൽനാടൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചിരുന്നു. 2018 പ്രളയവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളിയ മന്ത്രി K കൃഷ്ണൻകുട്ടി മാത്യു കുഴൽനാടൻ പുറത്തുവിട്ട ശബ്ദരേഖ AI ആണോ എന്ന് പരിശോധിക്കണമെന്നും പറഞ്ഞു. മാത്യു കുഴൽനാടനോടൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത് മുൻ സ്റ്റാഫ് അംഗമാണല്ലോ എന്ന ചോദ്യത്തിന് അയാൾ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ചെയ്യാൻ പറ്റുന്നതല്ലേ ചെയ്തു കൊടുക്കാൻ കഴിയൂ. അയാൾ ഇപ്പോൾ പാർട്ടിയിലില്ല, പുറത്താക്കിയതാണ്. അനാവശ്യമായ കാര്യങ്ങൾ ഉന്നയിക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു. എതിർ ഗ്രൂപ്പിൽ പോയി അപ്പോൾ പിന്നെ പുറത്താക്കാതെ വയ്യല്ലോ എന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞു. തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കുന്നതുമായും മറ്റും
നടപടികളുമായും ബന്ധപ്പെട്ട് മന്ത്രിസഭാ തീരുമാനങ്ങളിൽ യാതൊരു പാളിച്ചയും ഉണ്ടായിട്ടില്ല. തിരഞ്ഞെടുപ്പ് സമയത്ത് ചീത്തപ്പേരുണ്ടാക്കാനുള്ള ശ്രമമാണ് കുഴൽനാടേണ്ടതെന്നും കൃഷ്ണൻകുട്ടി ആരോപിച്ചു. അമ്പലപ്പുഴ CPM SDPI നേതാക്കൾ വോട്ടർമാരെ തടയാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി CPM മുൻ നേതാവും അമ്പലപ്പുഴയിൽ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ G സുധാകരൻ തന്നെ തോൽപ്പിക്കണമെന്ന് ഇരുകൂട്ടരും ആവശ്യപ്പെടുന്നു. വോട്ടർമാരെ ബൂത്തിലെത്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. അതിനാൽ അമ്പലപ്പുഴയിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു. CPM ഏരിയ സെക്രട്ടറി, ഏരിയ കമ്മിറ്റി അംഗം, ലോക്കൽ കമ്മിറ്റി അംഗം, SDPI ജില്ലാ സെക്രട്ടറി എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് സുധാകരൻ ഹർജി നൽകിയത്. എല്ലാവരെയും ചേർന്ന് വോട്ടർമാർ ബൂത്തിലെത്തുന്നത് തടയാൻ ശ്രമിക്കുന്നുവെന്നാണ് സുധാകരൻ ആരോപിക്കുന്നത്. ഇതേ ആവശ്യമുയർത്തി സുധാകരൻ നേരത്തെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരെയും ജില്ലാ പോലീസ് മേധാവിയെയും ജില്ലാ കളക്ടറെയും സമീപിച്ചിരുന്നു. എന്നാൽ ഇവരിൽ നിന്നൊന്നും അനുകൂല സമീപനം ഉണ്ടാവാതെ വന്നതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നാണ് സുധാകരൻ ഹൈക്കോടതിയിൽ ഉന്നയിക്കുന്ന ആവശ്യമെങ്കിലും അതുവഴി സംസ്ഥാനത്തുടനീളം CPM SDPI ബന്ധമെന്ന ആരോപണത്തിന് ശക്തി പകരുകയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നതാണ് സൂചന. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെത്തിയ UDF തൃക്കരിപ്പൂർ മണ്ഡലം സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവുമായ സന്ദീപ് വാര്യരെയും സംഘത്തെയും SFI പ്രവർത്തകർ തടഞ്ഞുവെച്ച് ആക്രമിച്ചു. സന്ദീപ് വാര്യർക്ക് ശാരീരിക ക്ഷീണം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തൃക്കരിപ്പൂർ ലൈഫ് കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 25 SFI പ്രവർത്തകരുടെ പേരിൽ ഹൊസ്ദുർഗ് പോലീസ് കേസെടുത്തു. സംഘത്തിലുണ്ടായിരുന്ന KSU പ്രവർത്തകർക്ക് പരിക്കേറ്റു. നെഹ്റു കോളേജിൽ കോളേജ് യൂണിയൻ പരിപാടി നടക്കുകയായിരുന്നു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രവാസ് ഉണ്ണിയാടൻ, SFI ജില്ലാ പ്രസിഡന്റ് സൈഫുദ്ദീൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. പരിപാടി നടക്കുന്നതിനാൽ കോളേജിൽ കയറി വോട്ട് അഭ്യർത്ഥിക്കാൻ പാടില്ല എന്ന് SFIക്കാർ പറഞ്ഞു. ഞങ്ങൾ വിദ്യാർത്ഥികളെ കണ്ട ഉടൻ മടങ്ങുമെന്ന് പറഞ്ഞ് സന്ദീപ് വാര്യരും കൂട്ടരും കോളേജിനകത്തേക്ക് കയറി. കോളേജ് ഓഡിറ്റോറിയത്തിന് മുൻപിലെത്തിയപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ലുക്മാനെ SFIക്കാർ അടിച്ചു. ചുണ്ടുപൊട്ടി ചോര തെറിക്കുന്നത് കണ്ട് സന്ദീപ് വാര്യർ ഓടിയെത്തി. അപ്പോഴേക്കും കൂടുതൽ SFI പ്രവർത്തകരെത്തി സന്ദീപിനെ കോളേജിന് പുറത്താക്കാൻ ശ്രമിക്കുകയും ചെയ്തു. IPL ക്രിക്കറ്റ് സീസണിലെ ആദ്യ 2 മത്സരങ്ങളിലും ജയിച്ച് ഡൽഹി ക്യാപിറ്റൽസ് മിന്നും തുടക്കമാണിട്ടത്. 2 മത്സരത്തിലും കളിയിലെ താരമായത് യുവ ബാറ്റർ സമീർ റിസ്വി. ഇതോടെ ലീഗിലെ അപൂർവ നേട്ടത്തിൽ ഇടം പിടിച്ച താരം റെക്കോർഡിനരികിലുമെത്തി. IPL ചരിത്രത്തിൽ തുടർച്ചയായ 3 മത്സരങ്ങളിൽ കളിയിലെ താരമെന്ന ബഹുമതി നേടുന്ന പട്ടികയിലേക്കാണ് റിസ്വി ഇടം പിടിച്ചത്. അടുത്ത മത്സരത്തിൽ കൂടി നേട്ടം കൈവരിച്ചാൽ അത് റെക്കോർഡാകും. കാരണം തുടർച്ചയായി 4 തവണ കളിയിലെ താരമായ ആരും IPL ചരിത്രത്തിലില്ല. കഴിഞ്ഞ സീസണിലെ അവസാന മത്സരത്തിൽ കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട റിസ്വി ഇത്തവണ 2 കളിയിലും നേട്ടം ആവർത്തിച്ചു. 3 തവണ നേട്ടം കൈവരിച്ചവരുടെ പട്ടികയിൽ 7ാമത്തെ താരമാണ് റിസ്വി. ദക്ഷിണാഫ്രിക്കൻ താരം ജോക്കോസ് കല്ലിസ് ആണ് ആദ്യമായി 3 തവണ തുടർച്ചയായി കളിയിലെ താരമായത്. 2010 റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ താരമായിരിക്കെയാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. വീരേന്ദർ സെവാഗ്, ഓസ്ട്രേലിയയുടെ ആരോൺ ഫിഞ്ച്, വിരാട് കോഹ്ലി, ഇംഗ്ലണ്ടിന്റെ ജോസ് ബട്ട്ലർ, ഋതുരാജ് ഗെയ്ക്വാദ് എന്നിവരും ഈ പട്ടികയിലുണ്ട്. കഴിഞ്ഞ സീസണിലെ അവസാന മത്സരത്തിൽ ഡൽഹിക്കായി കളിച്ച താരം പഞ്ചാബ് കിങ്സിനെതിരെ 25 പന്തിൽ പുറത്താകാതെ 58 റൺസ് അടിച്ചാണ് പുരസ്കാരം നേടിയത്. ഇത്തവണ ആദ്യ കളിയിൽ ലക്നൌവിനെതിരെ 47 പന്തിൽ 70 റൺസും മുംബൈക്കെതിരെ 51 പന്തിൽ 90 റൺസും നേടി. 2024 ലേലത്തിൽ 8.4 കോടി മുടക്കി ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയ താരമായിരുന്നു റിസ്വി. എന്നാൽ ആ സീസണിന് ശേഷം ടീം താരത്തെ ഒഴിവാക്കി. തുടർന്ന് ഡൽഹി 95 ലക്ഷത്തിനാണ് താരത്തെ നേടിയത്. ഈ സീസണിൽ അവർ നിലനിർത്തുകയും ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കീർ സ്റ്റാർമറെ പുറത്താക്കി ആ സ്ഥാനത്തേക്ക് എത്തുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങി മുൻ ഉപപ്രധാനമന്ത്രി ഏഞ്ചല റെയ്നർ. പ്രധാനമന്ത്രിയാകുന്നതിന് മുന്നോടിയായി മദ്യപാനം നാടകീയമായി കുറച്ച് ഏറെ മദ്യപിക്കുന്ന വ്യക്തി എന്ന പ്രതിച്ഛായ തിരുത്തി റെയ്നർ. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നാലുടൻ കീർ സ്റ്റാർമർ രാജിവെക്കണമെന്ന ആവശ്യം ശക്തം. അഭ്യൂഹങ്ങളിൽ പ്രതികരണം നടത്താതെ റെയ്നറുടെ ഓഫീസ്. ഏഞ്ചല റെയ്നർ രാജിവെച്ചത് സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ വ്യാജ വിവരങ്ങൾ നൽകി ഇളവ് സമ്പാദിച്ചു എന്ന വിവാദത്തെ തുടർന്ന്. ബ്രിട്ടനിൽ റിഫോം UK അധികാരത്തിലെത്തിയാൽ രാജ്യത്ത് നിന്നും നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന ഏതൊരു രാജ്യത്തെയും പൗരന്മാർക്ക് വിസ വിലക്ക് ഏർപ്പെടുത്തും. പഴയകാലത്തെ അടിമ കച്ചവടത്തിന്റെ പേരിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നവർ അടിമത്വം അവസാനിപ്പിക്കാൻ ബ്രിട്ടൻ സഹിച്ച ത്യാഗങ്ങളെ അവഗണിക്കുകയാണെന്ന് പാർട്ടി വക്താവ് സിയ യൂസഫ്. നിലവിൽ നഷ്ടപരിഹാരത്തിനായി അപേക്ഷകൾ സമർപ്പിച്ചു കഴിഞ്ഞത് നിരവധി ആഫ്രിക്കൻ, കരീബിയൻ രാഷ്ട്രങ്ങൾ. നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കായി ടോറി സർക്കാരും ലേബർ സർക്കാരും ഇതുവരെ നൽകിയത് 38 ലക്ഷത്തോളം വിസകൾ. UK-യിൽ NHS ഡോക്ടർമാരുടെ സമരം തുടങ്ങി. സമരത്തിന്റെ സാഹചര്യത്തിൽ രോഗികൾ ചികിത്സ വൈകിക്കരുതെന്ന് കർശന നിർദ്ദേശവുമായി അധികൃതർ. ഡോക്ടർമാർ സമരം നടത്തുന്നത് ചൊവ്വാഴ്ച മുതൽ 6 ദിവസത്തേക്ക്. സമരം ആരോഗ്യ സേവനങ്ങളെ ബാധിക്കാമെങ്കിലും ആശുപത്രികൾ പ്രവർത്തനം തുടരാൻ ശ്രമിക്കുമെന്ന് NHS. ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ സമരത്തിലേക്ക് നീങ്ങുന്നത് കൂടുതൽ ശമ്പള വർധന ആവശ്യപ്പെട്ടുകൊണ്ട്. ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകിയ സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം. ഇറാനിലെ പവർ പ്ലാന്റുകളും പാലങ്ങളും ഉൾപ്പെടെയുള്ളവ ലക്ഷ്യമിട്ട് നടത്തിയേക്കുമെന്ന് പറഞ്ഞ സൈനിക ആക്രമണം ട്രംപ് താൽക്കാലികമായി മാറ്റിവെക്കാൻ സാധ്യത എന്ന് വൈറ്റ് ഹൌസ്.
US-ന്റെ ഉപാധികൾ അംഗീകരിക്കാൻ തയ്യാറാകാതെ ഇറാൻ. സമാധാന ചർച്ചകൾ വിജയിച്ചില്ല എങ്കിൽ ആക്രമണം ഉടൻ ഉണ്ടായേക്കും. ഇറാന്റെ ഊർജ്ജ മേഖലയെ ലക്ഷ്യമിട്ടുള്ള വിപുലമായ ആക്രമണ പദ്ധതികൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തയ്യാറാക്കിയെന്ന് സൂചന. ഊർജ്ജ നിലയങ്ങൾക്ക് ചുറ്റും മനുഷ്യകവചം തീർക്കാൻ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഇറാൻ. ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനത്തിനിടെ US മുന്നോട്ട് വെച്ച താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം ഇറാൻ തള്ളി. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കണമെന്നും താൽക്കാലിക വെടിനിർത്തലല്ല ആവശ്യമെന്നും ഉയർത്തി ഇറാൻ. താൽക്കാലിക വെടിനിർത്തലിനായി ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ല എന്നും ഇറാൻ. സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് ഇറാന്റെ ശക്തമായ മുന്നറിയിപ്പ്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കേന്ദ്ര സർക്കാരിനോട് വിവാദ ചോദ്യം ഉയർത്തി രംഗത്ത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP മറ്റൊരു പഹൽഗാം ആക്രമണത്തിന് പദ്ധതിയിടുന്നുണ്ടോ എന്ന് മമതയുടെ വിവാദ ചോദ്യം. കൊൽക്കത്ത ആക്രമിക്കുമെന്ന പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന് ഭീഷണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് മറുപടി നൽകുന്നില്ല എന്ന മമതയുടെ രൂക്ഷ വിമർശനം. മമതയുടെ ഈ പ്രസ്താവന ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനാണെന്നും ഇത് ഹിന്ദുവിരുദ്ധ നിലപാടാണെന്നും BJP. മണിപ്പൂരിൽ വീണ്ടും അശാന്തി പടരുന്നു. ബിഷ്ണുപൂർ ജില്ലയിലെ മൊയ്രാങ്കിൽ വീടിന് നേരെയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടു. 2018-ലെ പ്രളയവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളി മന്ത്രി K. കൃഷ്ണൻകുട്ടി. മാത്യു കുഴൽനാടനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി. പ്രളയകാലത്ത് തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാൻ വൈകിയതിനെക്കുറിച്ചും പെരിങ്ങൽകുത്തിലേക്ക് ജലം ഒഴുക്കിവിട്ടതിൽ ക്രമക്കേടുകളും അഴിമതിയും നടന്നെന്ന കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ പുറത്തുവിട്ട് കുഴൽനാടൻ. മാത്യു കുഴൽനാടൻ പുറത്തുവിട്ട ശബ്ദരേഖ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണോ എന്ന് പരിശോധിക്കണമെന്ന് K. കൃഷ്ണൻകുട്ടി. അമ്പലപ്പുഴയിൽ CPM SDPI നേതാക്കൾ വോട്ടർമാരെ തടയാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി G. സുധാകരൻ. തന്നെ തോൽപ്പിക്കണമെന്ന് തീരുമാനിച്ച ഇരുകൂട്ടരും വോട്ടർമാരെ ബൂത്തിലെത്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് സുധാകരന്റെ ആരോപണം. അമ്പലപ്പുഴയിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നാവശ്യപ്പെട്ട് സുധാകരൻ ഹൈക്കോടതി. CPM ഏരിയ സെക്രട്ടറി, ഏരിയ കമ്മിറ്റി അംഗം, ലോക്കൽ കമ്മിറ്റി അംഗം, SDPI ജില്ലാ സെക്രട്ടറി എന്നിവർക്കെതിരെ പരാതി നൽകി G. സുധാകരൻ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.